നമസ്കാരം. പൊതു ഇടങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് വ്യായാമം ചെയ്യുന്ന മെക് 7 കൂട്ടായ്മയെക്കുറിച്ചുള്ള വിവാദങ്ങൾ തുടരുകയാണ്. ഒരുമിച്ചുള്ള വ്യായാമത്തെ എതിർത്തുകൊണ്ട് കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ കാന്തപുരത്തെ പരോക്ഷമായി വിമർശിച്ച് CPM നേതാക്കളും രംഗത്ത് വന്നതോടെ ചർച്ചകൾ വീണ്ടും തുടരുകയാണ്. CPM ഏരിയ സെക്രട്ടറിമാരായി എത്ര സ്ത്രീകളുണ്ടെന്ന ചോദ്യമാണ് കാന്തപുരം ഉയർത്തുന്നത്. ഇതോടെ രാഷ്ട്രീയ അപകടം തിരിച്ചറിഞ്ഞ് തുടർ പ്രതികരണങ്ങളിൽ നിന്നും CPM പയ്യെ പിൻവലിഞ്ഞു. എന്നാൽ വിഷയത്തിലെ വിവാദം ഇപ്പോഴും കത്തുകയാണ്. പൊതുയിടങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് വ്യായാമം ചെയ്യരുതെന്ന കാന്തപുരത്തിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് KNM നേതാവ് ഹുസൈൻ മടവൂരും രംഗത്ത് വന്നു. കാന്തപുരം സംസാരിച്ചത് മതവിഷയമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ അതിൽ അഭിപ്രായം പറയേണ്ട, CPM ഈ വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്നും CPM കാണിക്കുന്നത് ഇസ്ലാം മത വിരുദ്ധതയാണെന്നും ഹുസൈൻ മടവൂർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവിഹിത ബന്ധങ്ങളാണ് സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതെന്നാണ് ഹുസൈൻ മടവൂർ പറയുന്നത്. അത് ഇല്ലാതാക്കാനാണ് മതം നിയന്ത്രണം കൊണ്ടുവരുന്നത്. ലിംഗ സമത്വമല്ല, ലിംഗനീതിയാണ് വേണ്ടത്. പൊതുയിടങ്ങളിൽ അന്യ പുരുഷനുമൊത്ത് ഇടപഴകുന്നതിലാണ് വിലക്ക്. പൊതുസ്ഥാനങ്ങളോ പദവികളോ വഹിക്കുന്നതിലല്ല. വിഷയം ജുമുഅ ഖുതുബയിൽ അടക്കം മതവേദികളിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതാദ്യമായാണ് ഒരു സുന്നി നേതാവിനെ പിന്തുണച്ച മുജാഹിദ് വിഭാഗം രംഗത്ത് വരുന്നത്. അതേസമയം മെക് 7 വ്യായാമത്തിനെതിരെ കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പരാമർശങ്ങളാണ് വലിയ വിവാദമായത്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് വ്യായാമത്തിൽ ഏർപ്പെടുന്നുവെന്നും വ്യായാമത്തിലൂടെ സ്ത്രീകൾ ശരീരം തുറന്നു കാണിക്കുകയാണെന്നും കാന്തപുരം പറഞ്ഞിരുന്നു. സ്ത്രീ പുരുഷനെ കാണുന്നതും നോക്കുന്നതും ഹറാമാണെന്ന മതനിയമം തെറ്റിക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. മതവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മതവിധി പറയുന്നവരെ വിമർശിക്കുന്നവർ സത്യം എന്തെന്ന് അന്വേഷിക്കാറില്ല. പുരുഷന്മാരെ കാണുന്നതിനും ഇടപഴകുന്നതിലും സ്ത്രീകൾക്ക് ഇസ്ലാമിൽ നിബന്ധനകൾ ഉണ്ടെന്നും പണ്ടുകാലത്ത് അത് സ്ത്രീകൾ കൃത്യമായി പാലിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മലപ്പുറം കുഴിമണ്ണയിലായിരുന്നു കാന്തപുരത്തിന്റെ വിവാദ പ്രസംഗം. ഹറാമായ വഴിയിലേക്ക് ചെറുപ്പക്കാരെ തിരിച്ചുവിടുകയാണ് മെക് 7 വ്യായാമ കൂട്ടായ്മയിലൂടെ ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ടാണ് ഈ വ്യായാമത്തിൽ ഏർപ്പെടുന്നത്. ഇതിലൂടെ ഈ ലോകത്തിൽ നാശങ്ങളും നഷ്ടങ്ങളുമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ പുരുഷന്മാരെ കാണുന്നതിനും അവരുമായി സംസാരിക്കുന്നതിലും ഇസ്ലാം മതത്തിൽ വിലക്കുണ്ടായിരുന്നു. ഇസ്ലാം മതത്തിലെ ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും കണ്ടുമുട്ടാനും സംസാരിക്കാനും എന്നുള്ള കാര്യങ്ങളാണ് മതപണ്ഡിതന്മാർ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിമർശിച്ചു. മെക് 7-നെതിരെ നേരത്തെയും സുന്നി കാന്തപുരം വിഭാഗം രംഗത്തെത്തിയിരുന്നു. പുരുഷന്മാർ സ്ത്രീകൾക്കൊപ്പം അഭ്യാസ മുറകൾ പരിശീലിക്കുന്നത് ശരിയല്ലെന്നും സുന്നി വിശ്വാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുഷാവറ മുന്നറിയിപ്പ് നൽകിയിരുന്നു.